അല്ല, ഏതെങ്കിലും തരത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാജയം രുചിക്കേണ്ട സാഹചര്യം വന്നാൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവി പിന്നീട് അത് എൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഞാൻ അത്ര വലിയ വറിയിടൊന്നുമല്ല. അത് എന്താ പറയേണ്ടത്, മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് വിട്ടൊരു കളിക്ക് കെ മുരളീധരൻ നിൽക്കില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അല്ലെ, ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിലുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം പ്രതീക്ഷിച്ചാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്ക് താങ്കൾ മത്സരിച്ച് വിജയിച്ചാൽ സ്വാഭാവികമായി താങ്കൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന എല്ലാ തരത്തിലുള്ള പൊതു സംസാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് താങ്കൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നത് ലോക്സഭയിലേക്ക്. താങ്കൾക്ക് നിയമസഭയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടോ ഇപ്പോൾ? ഇനിയില്ല. ഇനി കാരണം തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് MP എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം തന്നെയായിരിക്കും. ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് വരണമെന്ന ആഗ്രഹമില്ലേ? എന്തായാലും 5 കൊല്ലത്തേക്കില്ല. 5 കൊല്ലത്തേക്ക് ഇനി ഇലക്ഷൻ മത്സരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്രമാത്രം സുനിശ്ചിതമാണ് വിജയിക്കുമെന്ന വിജയിക്കുന്ന വിശ്വാസം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും എല്ലാ ഇലക്ഷനും നിൽക്കാനെന്നുള്ള ഏർപ്പാട് ഇനിയില്ല. അത് ആ തീരുമാനത്തിന് പിന്നിൽ ആരോഗ്യ കാരണങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും? അല്ല, എല്ലാ ഘടകങ്ങളും ഉണ്ട്. ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ചു. പക്ഷേ ഇങ്ങനെ എപ്പോഴും ഇലക്ഷൻ നിൽക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, വ്യക്തിപരമായ ഒരു കാര്യം കൂടി. താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയതിനു ശേഷമോ നിങ്ങൾ പരസ്പരം കാണുന്ന ഏതെങ്കിലും സാഹചര്യം? ഒരിക്കലും കണ്ടിട്ടില്ല ഇതുവരെ. ഫോണിൽ വിളിച്ചിരുന്നു? ഇല്ല. കുടുംബാംഗങ്ങളുമായിട്ട്? ഇല്ല. ഒരു തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിൽ നിന്ന് പുറകോട്ട് മാറുന്ന ആളല്ല. ഒരു കാര്യം ഞാൻ തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല. അല്ല, രക്തബന്ധം തന്നെയാണ്. രക്തബന്ധമാണെങ്കിൽ പോലും ഒരു പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ ചതിച്ചു പോയതാണ്. അത് ശരിയല്ല. പത്മജയോടുള്ള താങ്കളുടെ അവർ പോയ സമയത്തുള്ള അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ. അതിൽ ഒരു മാറ്റവും ഇനി ഒരു ബന്ധവും ഇല്ല. അത് ആ കാര്യത്തിലൊക്കെ നമ്മൾ സാധാരണ പറയും, വീട്ടിലെ രാഷ്ട്രീയം പറയാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീടും രാഷ്ട്രീയമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കെ കരുണാകരൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതവും രാഷ്ട്രീയം ഒന്നു തന്നെയാണ്. അല്ല, ഈ പത്മജ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വസ്തുതയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ഈ കെ കരുണാകരൻ സ്മാരക ഫൗണ്ടേഷൻ്റെ അതൊക്കെ ഞാൻ പറയും, 1 കോടി രൂപ പിരിഞ്ഞ് കിട്ടിയതിന് ശേഷമാണല്ലോ അവർ പാർട്ടിയിൽ നിന്ന് പോയത്. 1 കോടി രൂപ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പിരിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചതല്ലേ, അല്ലാതെ നായ പൈസ പിരിക്കാതിരുന്നിട്ടില്ലല്ലോ.